നവഭാരതത്തിന്റെ നായകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75-ാം പിറന്നാൾ. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സേവാ പ്രവർത്തനങ്ങളും സാംസ്കാരിക പരിപാടികളുമാണ് രാജ്യത്തുടനീളം BJP നടത്തുന്നത്. ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ നിന്നും ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തനായ ഭരണാധികാരിയായി തുടരുന്ന മോദിയുടെ ജീവിത യാത്രയിലൂടെ അഹമ്മദാബാദിലെ വഡ്നഗർ എന്ന ചെറുഗ്രാമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദേശം. 1950 സെപ്റ്റംബർ 17 ദാമോദർദാസ് മുൽചന്ദ് ഹീരാബൻ ദമ്പതികളുടെ മകനായി ജനനം. ദാരിദ്ര്യവും വെല്ലുവിളികളും നിറഞ്ഞ കുട്ടിക്കാലം. പഠനത്തോടൊപ്പം വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിലെ ചായക്കടയിൽ അച്ഛനെ സഹായിക്കുന്നതിനായി മോദിയും എത്തിയിരുന്നു. 1959 ദീപാവലി ദിനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ശാഖയിലേക്ക് മോദി എത്തുന്നത്. തുടർച്ചയായി 8 വർഷം മോദി സ്വയം ശാഖയിലെത്തി. ഒരുപക്ഷെ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ കെട്ടിപ്പടുത്തത് ഈ വർഷങ്ങളാണെന്ന് പറയാം. പിന്നീട് 67 ആത്മീയതയുടെ പാത പിന്തുടർന്ന് 3 വർഷം ഹിമാലയ യാത്ര. 70 രാജ്യം മുഴുവൻ കുടുംബമാണെന്ന് നിശ്ചയിച്ച് RSS പ്രചാരകനായി സമൂഹത്തിലിറങ്ങിയതോടെയാണ് നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ പൊതുജീവിതം ആരംഭിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന് പോരാടി. അന്ന് ഗുജറാത്ത് ലോക് സംഘർഷ് സമിതിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു മോദി. 1987 നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 1991 മുരളി മനോഹർ ജോഷിയും അദ്വാനിയും നടത്തിയ രഥയാത്രകളുടെ ചുക്കാൻ പിടിച്ചത് നരേന്ദ്രമോദിയായിരുന്നു. ഭീകരവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് വിഘടനവാദ ശക്തികൾ അഴിഞ്ഞാടിയിരുന്ന കശ്മീരിലെ ലാൽ ചൌക്കിൽ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക പറത്തിയ ഉശിരുള്ള നേതാവ്. ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി ചുമതലയേൽക്കുന്നത്. ഗോധ്രാനന്തര കലാപവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും മോദിയെ വേട്ടയാടിയെങ്കിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന അഗ്നിപരീക്ഷയിൽ ജനപിന്തുണ വർദ്ധിപ്പിച്ച് നരേന്ദ്രമോദി തലയുയർത്തി നിന്നു. പിന്നീട് വളരെ വേഗത്തിലാണ് ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഗുജറാത്തിനെ വികസന പാതയിലേക്ക് നയിച്ചത്. മോദിയുടെ ഗുജറാത്ത് മോഡൽ രാജ്യമെങ്ങും ചർച്ച ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ ഗുജറാത്തിൽ വിജയമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടി പോലും വന്നിട്ടില്ല. 2013 ജൂണിൽ ഗോവയിൽ നടന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗമാണ് നരേന്ദ്രമോദിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ചത്. 14 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് വരാനിരുന്ന കാവ്യ വസന്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലേറി. പിന്നീട് അങ്ങോട്ട് അധികാര സമവാക്യങ്ങൾ തിരുത്തിയെഴുതിക്കൊണ്ടുള്ള ശക്തമായ ചുവടുവെപ്പുകളാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നടത്തിയത്. നോട്ട് നിരോധനം, സർജിക്കൽ സ്ട്രൈക്ക്, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, കൊറോണ പ്രതിരോധം, ഏറ്റവും ഒടുവിൽ ഭീകരതയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്നിങ്ങനെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും നരേന്ദ്രമോദിക്കായി. പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ചിരുന്നവർ പാലിക്കാതിരുന്ന കർത്തവ്യങ്ങൾ നടപ്പാക്കി മുൻപോട്ട് പോകുന്നതിലൂടെയാണ് മോദി ജനപ്രിയ ഭരണാധികാരിയായി മാറിയത്. രാജ്യത്തിനകത്തു മാത്രമല്ല വിദേശത്തും നരേന്ദ്രമോദി എന്ന വ്യക്തിക്കും ഭരണാധികാരിക്കും ലഭിക്കുന്ന സ്വീകാര്യത ഏറെയാണ്. നരേന്ദ്രമോദിക്കല്ലാതെ ഭാരതത്തിലെ മറ്റൊരു നേതാവിനും വിദേശത്തെ തെരുവീഥികളിലും മൈതാനങ്ങളിലും ഇത്രയധികം ആരവങ്ങൾ ഉയർന്നിട്ടുണ്ടാകില്ല എന്നുറപ്പാണ്. സംഘപ്രചാരകന്റെ ലക്ഷ്യബോധത്തോടെ നവഭാരതത്തെ വികസിത രാജ്യമാക്കി ലോകത്തിന്റെ നെറുകയിലേക്ക് കരുത്തോടെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനം TVയുടെ പിറന്നാൾ ആശംസകൾ. ജനം, ഡൽഹി.